ബിസിനസ്സിലായാലും ലൈഫിലായാലും ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ട്രസ്റ്റ് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ആ ട്രസ്റ്റിനെല്ലാം നടക്കും. ഈ ആദ്യമൊക്കെ റിയാദിൽ പോകുമ്പോൾ എയർപോർട്ടൊക്കെ വളരെ ചെറുതാണ്, വളരെ നാരോ. ഈ ഫസ്റ്റ് റോയൽ ടെർമിനൽ റിയാദിൽ ഉണ്ടാക്കിയതും ഞാനാണ്. അന്നത്തെ കാലത്ത് 15 വയസ്സ് ഞാൻ ചെറിയ ബിസിനസ് തുടങ്ങി. അന്ന് ഒരു വാസന എന്ന് പറയാം. ഒരു ഡെയിലി ചിട്ടി തുടങ്ങി, പിന്നെ ചിട്ടി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ കൊച്ചിയിലേക്ക് മാറുന്നത്. ഇന്ത്യക്കാർക്ക് യാതൊരു വാല്യൂ ഇല്ല. നമ്മുടെ ഇന്ത്യൻ എക്കോണമി വളരെ പൂറാണ്. നമ്മുടെ ഈ എക്കോണമി ഇതാകുമ്പോൾ നമ്മൾക്കും ഗ്രേറ്റ് ആൾക്കാരാണ്, ഇല്ലെങ്കിൽ ഇല്ല. ഇന്ത്യക്കാരെ അവർ കരുതുന്നത് ഈ കിച്ചൺ ഹെൽപ്പേഴ്സ്, ഗാർഡനേഴ്സ്, ഡ്രൈവേഴ്സ്, അതാണ്. അത് മാറ്റം ഉണ്ടാക്കിയത് ഞാനാണ്. 1970-കളിൽ കേരളം വിട്ടു, സൗദി അറേബ്യ 70 അല്ല 77 എന്നിട്ട് കേരളം സൗദി അറേബ്യ പോയി ബിസിനസ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു ലോങ് ബിസിനസ് ജേർണി ആയിരുന്നു. അതെ. അത് തിരിഞ്ഞു നോക്കുമ്പോൾ ഹൗ ഡു യു സീ ദാറ്റ്? ആ ഒരു ജേർണിനെ പറ്റി കുറച്ചും പറയാം. ഞാൻ ഫസ്റ്റ് ഗൾഫിൽ പോകുമ്പോൾ എന്നെ അറിയുന്ന ആരുമില്ല. മലയാളികളെ കാണാനില്ലായിരുന്നു, ഒരാൾ സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. ഞാൻ ഹിന്ദുവാണ്, അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. എങ്കിൽ തന്നെയും നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട്, ഈശ്വരൻ്റെ ബ്ലെസ്സിങ് കൊണ്ടാണ് ഞാൻ നിലയിലെത്തിയത്. എൻ്റെ സ്വന്തമായ പ്രവൃത്തി കൊണ്ട്, പ്രയത്നം കൊണ്ട് മാത്രമാണ് ഈ നിലയിലെത്താനുള്ള സാധിച്ചത്. അന്ന് മലയാളികൾ വളരെ കുറവാണ്. അന്ന് ഈ സൗദിയിലേക്ക് വിസ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളായിരുന്നു, ഇന്ത്യയില്ല. അത് വേറെ രീതിയിലാണ് ഞാൻ പോയത്. ദമാം, സൗദിയിൽ ദമാം എന്ന സ്ഥലമുണ്ട്, സൗദി അറേബ്യ. അതാണ് ഫസ്റ്റ് 6ാം ഈ ഓയിലിൻ്റെ സെൻറ്ററാണ്, അവിടെയാണ് ആദ്യം ചെയ്തത്. അവിടെ ചെന്നൊരു 1-2 മാസം നിന്നാണ് സ്വന്തം ബിസിനസ് തുടങ്ങാനുള്ള മാർഗം ഉണ്ടാക്കിയത്. ഏതാണ്ട് 150 ആൾക്കാരുമായിട്ട് ഈ നമ്മുടെ തമിഴ്നാട്ടിലെ ഈ കേരളത്തിൻ്റെ ബോർഡറുണ്ട്, തമിഴ്നാടിനിപ്പുറം തിരുനെല്ല നാഗർകോവിൽ. അവിടെ നിന്നാണ് ആദ്യത്തെ നമ്മുടെ എംപ്ലോയീസ്. അതാണ് നമ്മുടെ തുടക്കം. എംപ്ലോയീസിനെ സൂപ്പർ എംപ്ലോയീസിൻ്റെ മെച്ചക്കൊണ്ടേ നമ്മൾ നന്നാകുള്ളൂ. ആ സിൻസിയറിറ്റി, ലോയൽറ്റി ഓഫ് ദ വർക്കേഴ്സ്, അങ്ങനെയാണ് നമ്മൾ വന്നത്, അങ്ങനെ തുടങ്ങിയത്. അന്ന് നമ്മളറിയുന്ന ആരുമില്ല. ഇന്ത്യക്കാർക്ക് യാതൊരു വാല്യൂ ഇല്ല. നമ്മുടെ ഇന്ത്യൻ എക്കോണമി വളരെ പൂറാണ്. നമ്മുടെ ഈ എക്കോണമി ഇതാകുമ്പോൾ നമ്മൾക്കും ഗ്രേറ്റ് ആൾക്കാരാണ്, ഇല്ലെങ്കിൽ ഇല്ല. ഇന്ത്യക്കാരെ അവർ കരുതുന്നത് ഈ കിച്ചൺ ഹെൽപ്പേഴ്സ്, ഗാർഡനേഴ്സ്, ഡ്രൈവേഴ്സ്, അതാണ്. അത് മാറ്റം ഉണ്ടാക്കിയത് ഞാനാണ് ആദ്യമായിട്ട് ആൾക്കാരെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്ത് ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ ആക്കിയത്. നമ്മുടെ ആദ്യത്തെ പ്രോജക്റ്റ് ഈ ഫ്രഞ്ച് കമ്പനിയും സൗദി കമ്പനിയും ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്, ഈ ഡിഫൻസ് സിസ്റ്റം. അതിലാണ് ആദ്യത്തെ ജോലി തുടങ്ങിയത്. അത് ജോലി 18 വർഷം ആ ജോലി പറയാൻ പറ്റില്ല എവിടെയൊക്കെയാണല്ലോ. സൗദിയിലെ പല സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്തു. അപ്പോൾ അതൊരു ബേസ് അതാണ്. അത് കഴിഞ്ഞ് ഫ്രഞ്ച് എംബസി റിയാദിൽ നമ്മൾ നിർമ്മിച്ചു. അത് കഴിഞ്ഞ് പോൾ സെക്രട്ടറി തിരിഞ്ഞു. അണ്ടർഗ്രൗണ്ട് ഈ ഹാങ്കർ, ഈ പ്ലെയിനകത്ത് ഇടുന്നത് ഗരയല്ല, ഈ പ്ലെയിന് എല്ലാ പ്ലെയിനും ഇത് അകത്ത് കിടത്തുള്ളൂ. അന്നത്തെ പുറത്ത് പോച്ചയൊക്കെ തെച്ച് എന്തെങ്കിലും വേറെ സമയത്ത് മാത്രമേ പുറത്തെടുക്കുകയുള്ളൂ. ആ സമയത്ത് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് കൂടെ പറയാം. കാരണം താങ്കൾ ഈ പറഞ്ഞ പോലെ ഗൾഫിൽ പോകുന്ന മലയാളികളൊക്കെ ഉണ്ട്, പക്ഷെ പോകുന്നവരൊക്കെ ഒരു സാധാ ജോബിന് വേണ്ടി പോകുന്നതാണ്. അവിടെ പോയി സെറ്റപ്പ് ചെയ്യുന്ന, അവിടെ പോയി ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന. ഞാൻ ആദ്യം തന്നെ ഞാൻ MBA പഠിക്കുമ്പോൾ തന്നെ ബിസിനസ്, ഞാനതല്ല 12ാമത്തെ വയസ്സിൽ 15ാമത്തെ വയസ്സിൽ ഞാൻ ചെറിയ ബിസിനസ് തുടങ്ങി. അന്ന് ഒരു വാസന എന്ന് പറയാം. ഒരു ഡെയിലി ചിട്ടി തുടങ്ങി, പിന്നെ ചിട്ടി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ കൊച്ചിയിലേക്ക് മാറുന്നത്. അപ്പം അവിടെ ഈ MBA പഠിക്കുമ്പോൾ ഒരുപാട് എൻജിനീയേഴ്സ് ഈ FICTയിലും വരുന്നുണ്ട്, കൊച്ചിൻ റിഫൈനറിയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ബന്ധത്തിലാണ് ഇത് തുടങ്ങിയത്. അങ്ങനെ ആദ്യം വർക്ക് തുടങ്ങിയത് FICTയിലും കൊച്ചിൻ റിഫൈനറിലാണ്. ബിസിനസ്സിലേക്ക് എങ്ങനെ എത്തി? അങ്ങനെ ഒരു പാരമ്പര്യമുള്ള കുടുംബം അല്ലല്ലോ. ഞങ്ങൾ ഈ കർഷക കുടുംബമാണ്. അച്ഛനെ കുടുംബം ഇഷ്ടം പോലെ പാരമ്പര്യമുള്ള നെല്ലവും പുരയിടവും ഒക്കെ ഉണ്ട്. അപ്പോൾ അന്നേ മനസ്സിൽ വന്നൊരു ബിസിനസ് ചെയ്യണമെന്നൊരാഗ്രഹം. ഞാൻ അന്ന് ഈ 10ാം ക്ലാസ് പാസ്സായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പേര് രജിസ്റ്റർ ചെയ്യും, ഞാൻ ചെയ്തിട്ടില്ല. അതാണ് ആ അങ്ങനെ തുടങ്ങി
ഒരു ബിസിനസ് തുടങ്ങണമെന്നൊരാഗ്രഹം പണ്ടോട്ടേ ഉള്ളതാണ്. ഒരു സർക്കാർ ജോലി അങ്ങനെ ഒന്നും ഒരിക്കലും ആഗ്രഹിച്ചു. അത് പറഞ്ഞ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പേര് രജിസ്റ്ററിൽ അന്ന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ടെമ്പററി ജോലി കിട്ടുമായിരുന്നു, ചെയ്തിട്ടില്ല. വേറൊരു കാര്യം ചോദിക്കട്ടെ, സാധാരണ മലയാളിയെ ചിന്തിക്കുന്ന ഒരു ജോലി അല്ലെങ്കിൽ ചെയ്താൽ തന്നെ സർവീസ് സെക്ടറിൽ സോ കംപ്ലീറ്റ് ആയിട്ട് മാറി EPC എടുക്കുക, അത് ആ ഒരു മേഖലയിലേക്ക് പോകാൻ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ല. എങ്ങനെ ഇത് EPC മേഖലയിലെത്തി? ഞങ്ങൾ EPC കോൺട്രാക്ടറാണ്. EPC ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ കൊളാബറേഷൻ ടെക്നിക് ലോകത്തെ വലിയ കമ്പനിയാണ്, JGC ജപ്പാൻ ഗ്യാസ് കോർപ്പറേഷൻ, ചിയോഡോ കോർപ്പറേഷൻ, ബെക്ടെൽ, ഫ്ലോറ, അവരുടെ കൺസോർട്ടിയം ഉണ്ടാക്കും. ഈ കൺസോർട്ടിയം ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. ബിൽഡ് അവർ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് ബിൽഡ് വിത്ത് കൺസ്ട്രക്ഷൻ. എന്നാലും അതിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു? സാറിന് ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ. അതുകൊണ്ട് അതിന് നമുക്ക് ഇഷ്ടം പോലെ നല്ല ആൾക്കാരെ കിട്ടിയില്ലേ. നമുക്ക് ആ വാസന എല്ലാം പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ എൻ്റെ കൂടെ ബ്രിട്ടീഷ്, അമേരിക്കൻ, ഇറ്റലി, കൊറിയ എല്ലാ എംപ്ലോയ് അപ്പോൾ അവരാണ് നമ്മുടെ അഡ്വൈസേഴ്സും ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൗദി അറേബ്യ, ആരും ചിന്തിക്കാത്ത ഒരു രാജ്യം. അതെ, ദുബായിൽ പോകും, കുവൈറ്റിലൊക്കെ പോകും. പക്ഷെ അപ്പോൾ സൗദി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു. അതെ, അന്ന് ഓയിൽ ഇത്ര ഡെവലപ്ഡും അല്ല അല്ലേ? ഒന്നുമില്ല. അന്ന് ഞാൻ സമയത്ത് അൽക്കോബാർ ദഹ്റാൻ, അവിടുന്ന് ജുബൈയിൽ നിന്ന് ഇൻട്രസ്റ്റ് സിറ്റി പോകണമെങ്കിൽ 3 to 4 hours എടുക്കും. ഇപ്പോൾ അതെടുക്കുന്നത് 1 hour. അത് കഴിഞ്ഞാൽ റോഡൊക്കെ വന്നത്. ഇപ്പോൾ റിയാദിൽ പോകണമെങ്കിൽ 6 മണിക്കൂർ, ഇപ്പം 3 മണിക്കൂർ, 3 അല്ലെങ്കിൽ 3.5 മണിക്കൂർ. ഈ ആദ്യമൊക്കെ റിയാദിൽ പോകുമ്പോൾ എയർപോർട്ടൊക്കെ വളരെ ചെറുതാണ്, വളരെ നാരോ. ഈ ഫസ്റ്റ് റോയൽ ടെർമിനൽ റിയാദിൽ ഉണ്ടാക്കിയതും ഞാനാണ് അന്നത്തെ കാലത്ത്. അതൊക്കെ മെയിൻ കാരണം വെച്ചാൽ എൻ്റെ അസറ്റ് നമ്മുടെ എംപ്ലോയീസാണ്, നമ്മുടെ ഫാമിലി, നല്ല എൻജിനീയേഴ്സ്. എല്ലാ രാജ്യത്തെയും പ്രോജക്റ്റ് മാനേജേഴ്സ് ഉണ്ടാവും, അവരാണ് മാനേജ് ചെയ്യുന്നത്. സാറ് തന്നെ ആദ്യം പറഞ്ഞ പോലെ ഒരു ഹിന്ദു നാമധാരി ഒരു മുസ്ലിം ഡോമിനേറ്റഡ് രാജ്യത്തിലേക്ക് ചെല്ലുകയാണ്. ഈ റിലീജിയൻ എങ്ങനെ പ്ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്? ഒരു കാര്യം പറയട്ടെ, ഈ മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മളെ കമ്മ്യൂണിറ്റിക്കായിട്ട് ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ്, സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മൾ നല്ലതാണെങ്കിൽ ആൾക്കാർ നമ്മളെ തേടിപ്പോയി നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഗുഡ് വിൽ ഒരു ഇമ്പോർട്ടൻ്റ്. ഒരാൾ തിരക്കും നമ്മൾ ആരാണ് അന്വേഷിച്ചിട്ട് വരും, അത് വന്നുകൊണ്ടേയിരിക്കും. ട്രസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, ഇത് നടക്കില്ല. ഒരാൾ നമ്മൾ ഈ ജീവിതത്തിൽ ബിസിനസ്സിലായാലും ലൈഫിലായാലും ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ട്രസ്റ്റ് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ആ ട്രസ്റ്റിനെല്ലാം നടക്കും. അപ്പോൾ ഈ റിലീജിയൻ ഒരു രീതിയിലും സാറിന് ഒരു തടസ്സമായിട്ടില്ല? അത് ഈ താഴെക്കടയുള്ള ആൾക്കാർക്കുള്ള റിലീജിയനല്ലേ, ഹൈ ലെവൽ ആൾക്കാർക്ക് ആർക്കും റിലീജിയനില്ല. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരാളിലും ഉണ്ടാക്കി തോന്നിയിട്ടേ ഇല്ല. പക്ഷേ നമ്മുടെ ഇവിടങ്ങളും ഉണ്ടാക്കി, പക്ഷേ അവിടെ ഇല്ല. റിലീജിയൻ പ്രശ്നമല്ല, പക്ഷേ ഇനിഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള മേജർ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? ഏത് ചലഞ്ച് നമുക്ക് എന്ത് ബിസിനസ്, നമ്മുടെ അസറ്റ് എന്തോന്ന് നോക്കും. ഏത് ബിസിനസ് കിട്ടണമെങ്കിലും നമ്മുടെ ബാലൻസ് ഷീറ്റ് അതില്ല, നടക്കില്ല. നല്ല സ്ട്രോങ് ബാലൻസ് ഷീറ്റ് ഉണ്ടെങ്കിലേ സ്ട്രോങ് വർക്ക് കിട്ടുകയുള്ളൂ. ഇത് നടക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ വന്ന റിപ്പോർട്ട് കാണിച്ചു തരാം. ഞങ്ങൾ ഗ്യാസിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്, വലിയ കമ്പനികളുണ്ട്. അത് നമ്മുടെ അത്രയും അസറ്റ് ഉണ്ടെങ്കിൽ ബിസിനസ് നമ്മൾ എല്ലാ ജോലിക്കും ഈ 10% ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കണം. പെർഫോമൻസ് വേണമെന്ന് പറയും. ഇപ്പോൾ അഡ്വാൻസ് വേണമെങ്കിലും അതിനും കൊടുക്കണം. അത് ഈസിയല്ല. അപ്പോൾ എങ്ങനെ മാനേജ് ചെയ്ത സമയത്ത്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അന്ന് ആദ്യം പ്രശ്നം ഉണ്ടായി, നമ്മൾ പൈസ ഒക്കെ റെഡിയാക്കി ആദ്യം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കും, ബാങ്ക് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ അത് മാറ്റുള്ള വർക്ക് എടുക്കും. അങ്ങനെ പറ്റുള്ളൂ. ഏതെങ്കിലും സ്റ്റേജിൽ ഇത് വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായില്ല. ഞാനിപ്പോൾ 1,60,000 ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിത നിലവാരം ഇന്ത്യയിലെ ഫിലിപ്പീൻസ്, നേപ്പാൾ, തായ്ലൻഡിൻ്റെ ഇത്രയും ആൾക്കാരുടെ ഇതുണ്ടാക്കി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് അതാർക്കും സാധാരണ ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല. ഇത്രയും ഒരു വലിയ വൈഡ് നെറ്റ്വർക്ക് ഓഫ് എംപ്ലോയീസ് ഉണ്ടല്ലോ. അപ്പോൾ എംപ്ലോയീസിനെ ചൂസ് ചെയ്യുമ്പോൾ താങ്കൾ നോക്കുന്ന ഒരു പ്രധാന ക്രൈറ്റീരിയ എന്താണ്? അതിനെല്ലാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ ഈ മെസ്സെന്ന് വെച്ചാൽ ഓരോ മെസ്സിനും ഓരോ ക്യാമ്പിലും 25,000 to 30,000 പീപ്പിൾ ഉണ്ടാവും ഒരു സ്ഥലത്ത്. അപ്പം ഈ ഏറ്റവും നല്ല ഫുഡ് ഇമ്പോർട്ടൻ്റ് ആണ്. കിടക്കണം, ഫെസിലിറ്റി, അതെല്ലാം അതിന് പ്രത്യേക ആൾക്കാരുണ്ട്.
ഫുഡ് ഈ എത്ര എനർജി വേണം അതനുസരിച്ച് ഫുഡ് ഓരോ ദിവസവും മെസ് ഉണ്ടാക്കും. സാർ, അനിൽ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ, സാർ ഒരു എംപ്ലോയിയെ ഹയർ ചെയ്യുമ്പോൾ അയാളുടെ ആറ്റിറ്റ്യൂഡാണോ അതോ ആപ്റ്റിറ്റ്യൂഡാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നത് എന്നുള്ളതാണ്. ആറ്റിറ്റ്യൂഡ് വെരി ഇമ്പോർട്ടൻ്റാണ് ഏത് ബിസിനസ്സിനും, അല്ലെങ്കിൽ നമ്മൾ തകർത്ത് കളയും. കഴിവിനേക്കാളും ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡ് ഇമ്പോർട്ടൻ്റ്, പിന്നെ കഴിവ് രണ്ടും വേണം, ഒന്നും മാത്രം പോരാ. ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ്. കഴിവെന്ന് വെച്ചാൽ ഈ ഞാൻ ആദ്യം എടുക്കുന്ന ആൾക്കാർക്ക് അന്നും അത്ര എഡ്യൂക്കേഷനുള്ള ആൾക്കാരെ കിട്ടത്തില്ല. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ അന്ന് റിഫൈനറീസൊക്കെ വളരെ കുറവായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ. അത് നമ്മൾ ഒരു പ്രത്യേക കമ്പനി ഉണ്ടായി ട്രെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഈ ആൾക്കാരെ കൊണ്ടുവന്ന് 2 to 3 months അവിടെ ട്രെയിൻ ചെയ്യും. ആ ട്രെയിൻ ചെയ്യുമ്പോൾ എന്നിട്ട് മാത്രമേ അവരെ വർക്കിന് ഫിറ്റ് ആകത്തുള്ളൂ. ഇപ്പോഴും നമ്മൾ എല്ലാ മാസവും 1000 തൊട്ട് 2000 ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൽ വെക്കാറുണ്ട്. ഈ വെൽഡിങ് എന്ന് വെച്ചാൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ്. വെൽഡിങ് ഗ്യാസല്ലേ, അത് പ്രത്യേക ടെസ്റ്റ് പാസ്സാണ്. അത് ടെസ്റ്റ് പാസ്സാക്കിയിട്ട് വിളിക്കാനുള്ള, അങ്ങനെ പാസ്സായി കിട്ടാൻ പ്രയാസമാണ്. അത് നല്ല ചെറുപ്പം, ഒരു 20-30 വയസ്സിനകത്ത് വേണം, എങ്കിലേ ഈ കൈ വഴങ്ങത്തുള്ളൂ. ആ ട്രെയിനിങ് ചെയ്താണ് നമ്മൾ ആൾക്കാരെ എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ ഒരാൾ ട്രെയിനിങ് പാസ് കഴിഞ്ഞാൽ 3 to 4 lakhs റുപ്പീസ് ശമ്പളം കിട്ടും ഒരു വെൽഡറായാലും.